കാണുന്നത് നബിയും മാരിയത്തുൽ കബിത്തി എന്ന് പറയുന്ന പെണ്ണും തമ്മിൽ നടക്കുന്ന ഡിങ്കോഡ അൽഫിയ. ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല. അപ്പൊ നബി പറഞ്ഞു, ഹഫ്സ ഒരു പ്രാവശ്യത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും, ഇനി ഒരിക്കലും ഞാൻ അവളെ തൊടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ പടച്ചോൻ ആയത്തിറക്കടാ, നിനക്ക് ഞാൻ അനുവദിച്ചു തന്നതല്ലേടാ ഇതുപോലത്തെ വ്യഭിചാരങ്ങളൊക്കെ. ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നീ എന്തിനാടാ ഞാൻ നിനക്ക് അനുവദിച്ചു തന്നത് വേണ്ടാന്ന് പറയുന്നേ. നല്ല പഠിച്ചോൻ, നല്ല പഠിച്ചോനല്ലേ. ഞങ്ങളുടെ പഠിച്ചോൻ ഇങ്ങനെയാണ്. ഞങ്ങളുടെ പഠിച്ചോന്റെ രീതി, പ്രവാചകൻ എപ്പോഴാണോ കളിക്കാൻ മുട്ടുന്നത് അപ്പോൾ കളിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ ദൗത്യമാണ്. ഇപ്പൊ തരങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഇവിടെ ഒന്ന് തെറി പറയുന്ന നാറികളുണ്ട്. ഇവന്മാര് കേൾക്കുന്നുണ്ടോ ഇത് വല്ലതും? നീയൊക്കെ തെറി പറയടാ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ തന്തയ്ക്ക് തലയ്ക്കൊക്കെ വിളിക്കുന്നുണ്ട്, പറഞ്ഞു. നിന്റെയൊക്കെ കള്ളവടി നിന്റെ ഭാര്യമാര് കണ്ടുകൊണ്ടുവന്ന് എന്ത് ചെയ്യൂടാ? എന്തായാലും ഹഫ്സ നബിയെ പിടിച്ച് ചേറിൽ നിർത്തിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഹഫ്സ ഉമറിന്റെ മോളാ. അങ്ങനെയൊന്നും വെറുതെ വിടത്തില്ല. ഇസ്ലാമിനെ ആരും പറയുന്നില്ലടി ഉവേ, ദാ ഇവരെ പറയുന്നതാ പറയുന്നത്. അപ്പൊ നബി അയ്യോ ഹഫ്സ ഒന്ന് താഴെ ഇറക്ക്, ഹഫ്സ നിലവിളി ശബ്ദം ഇട്, ഹഫ്സ ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല, ഹഫ്സ പെണ്ണിനെ എനിക്കിനി വേണ്ട, ഹഫ്സ തൽക്കാലം ഒന്ന് താഴെ നിർത്തി, ശരി ബാക്കി പറ. അപ്പൊ അള്ളാഹു ആയത്തിറക്കരാ, നീ എന്തിനാടാ നിന്റെ ഭാര്യമാരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് അനുവദിച്ചു തന്ന പെണ്ണിനെ വേണ്ടാന്ന് പറയുന്നത്? നിനക്ക് എന്നെയാണോ വേണ്ടത് അതോ ഈ പെണ്ണുങ്ങളുടെ തൃപ്തിയാണോ വേണ്ടത്? ഇപ്പൊ പറയണോ? എന്തോ ചെയ്യും? ആകെ ഇവര് ആശയക്കുഴപ്പത്തിലായി നബി. അപ്പൊ അവസാനം നബി പറഞ്ഞു, എന്നാ ശരിയെന്ന്, ഇനിയിപ്പോ അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോ അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ ശരി, ഞാൻ ഇനിയിപ്പോ ഭാര്യമാരുണ്ടെങ്കിലും ശരി ഇവരെയൊക്കെ സമീപിക്കണമെന്നാണ് പടച്ചോൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ശരി പടച്ചോനെ ആയിക്കോട്ടെ, ഞാനത് ചെയ്യാം. എനിക്ക് പടച്ചോന്റെ തൃപ്തി തന്നെയാണ് പടച്ചോനെ വലുത്. പടച്ചോൻ ഇങ്ങനെ ഇത്ര ഇഷ്ടം പോലെ പെണ്ണുങ്ങളെയും എനിക്ക് തന്ന്, ജിബ്രീലിനെ കൊണ്ട് കുഫൈത്തും തന്ന് 40 പുരുഷന്റെ ശക്തിയും തന്നെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പടച്ചോനെ? ശരി, കളിയാണോ എൻ്റെ ജോലി? ശരി പടച്ചോനെ, ഞാൻ അങ്ങ് കളിച്ചോളാം. ഇനി മനസ്സിലായല്ലോ, കള്ളവടിയെ കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നബി കള്ളു കുടിക്കുമോ? കേട്ടോ. നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ ഒരു 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 പോസ്റ്റ് വരും. പോസ്റ്റും കഥയാണ്, മുഹമ്മദ് നബി മദ്യപാനിയാണ് ഹദീസ് എന്നാണ് പോസ്റ്റ്. ഭയങ്കര സ്പീഡ് കുറവാണ് ഇവിടെ, കുറച്ച് സ്പീഡിലാക്കട്ടെ. നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിൽ ഒരു 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 പോസ്റ്റ് വരും. പോസ്റ്റും കഥയാണ്, മുഹമ്മദ് നബി മദ്യപാനിയാണ് ഹദീസ് എന്നാണ് പോസ്റ്റ്. ആ പോസ്റ്റിൽ പറയുന്നത്, മുഹമ്മദ് അനുചരനോട് മദ്യം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ മദ്യം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അത് കുടിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇലയെടുത്തത് മറച്ചുകൊണ്ട് തന്നെയല്ലേ കൊണ്ടുവന്നത്? അത് അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് മറുപടി പറഞ്ഞു. സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 3358. ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം, ഒന്ന് നമ്മൾ ചിലപ്പോൾ ഹദീസ് ചെക്ക് ചെയ്യാം, എന്നിട്ട് അതിന്റെ ശരി തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാം. കാരണം നമ്മൾ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തെ നിരോധിച്ചതാണ്. നമ്മൾ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരിയുള്ള വസ്തുക്കളുടെ ഒരു ചെറിയ അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആരോപണം ഒരർത്ഥത്തിലും നിലനിൽക്കില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അങ്ങനെ വിചാരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നിങ്ങൾക്ക് ഹലോ, മുസ്ലിം സമുദായം മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി കൊടുത്ത് യുവാക്കളെയും യുവതികളെയും എല്ലാം മതപരിവർത്തനം നടത്തിക്കുന്നു എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ അതിനനുകൂലമായ ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് നമ്മൾ മറക്കരുത്.
അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു എന്ന് വിചാരിക്കും. ഈ 33:58 നോക്കിയപ്പോൾ നമ്മൾ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബീദ് കൊണ്ടുവരാൻ ആവശ്യം. അത് കൊണ്ടുവന്നപ്പോൾ നബീദ് കൊണ്ടുവന്നയാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത് ഇല കൊണ്ട് മറച്ചുകൊണ്ട് തന്നെയല്ലേ കൊണ്ടുവന്നു? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിച്ചു. ഇങ്ങനെ ഒരു ഹദീസ് നമ്മൾ കാണും. സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം നോക്കുക നബീദ് എന്താണ്. നബീദിനെ പറ്റി നമ്മൾ ഗൂഗിൾ ചെയ്യുന്നു. ഗൂഗിൾ ചെയ്തപ്പോൾ നബീദ് എന്നുള്ള പദത്തിനുള്ള അറബി പദത്തിനുള്ള അർത്ഥം ഓൺലൈനിൽ വിശദീകരിക്കുന്ന സൈറ്റുകളിൽ കിട്ടുന്നു. അപ്പോൾ സൈറ്റിൽ കാണുന്നത് ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാക്കുന്ന മദ്യമെന്ന്. ഇപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥ എന്ത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ കൃത്യമായി മറുപടി ഉത്തരം കണ്ടത്. നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് നമ്മുടെ ഉത്തരം നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ നാം ചികിത്സിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ എന്നാൽ ഞാനും നിങ്ങളുടേതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ യുവാക്കളുടെ. അതേസമയം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെയെല്ലാമാണ് കാണുന്നതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ശരിയായിരിക്കും എന്ന ഉത്തരമാണെങ്കിൽ. എങ്ങനെയുണ്ട്? അതായത് പ്രവാചകൻ നബീദ് കൊണ്ടുവരാൻ പറഞ്ഞു. നബീദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം മിക്സ് ചെയ്തുണ്ടാക്കുന്ന മദ്യമാണ്. നബി ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ, അടച്ചാണോ കൊണ്ടുവന്നത്? ആരെങ്കിലും കണ്ടോന്നായിരിക്കും. എന്നിട്ട് എം എം അക്ബർ പറഞ്ഞത് കേട്ടോ, നബി അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളുകുടി ശരിയാണ്. നബി കള്ളു കുടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശരിയാണ് കേട്ടോ. ഈ മാനസികാവസ്ഥ എന്ത് എന്ന ചോദ്യത്തിനാണ് നമ്മൾ കൃത്യമായി മറുപടി ഉത്തരം കണ്ടത്. നമ്മുടെ മനസ്സിൽ റസൂലുള്ളാഹി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് നമ്മുടെ ഉത്തരം നമ്മുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ നാം ചികിത്സിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ എന്നാൽ ഞാനും നിങ്ങളുടേതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പുതിയ തലമുറയുടെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ, നമ്മുടെ യുവാക്കൾ. അതേസമയം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് എന്ത് തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെയെല്ലാമാണ് കാണുന്നതെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ശരിയായിരിക്കും എന്ന ഉത്തരമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഉത്തരമാണ് ഇസ്ലാം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നബീദുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ്. ആ ബന്ധപ്പെട്ട ഹദീസ് കാണുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, ഏതാണെങ്കിലും ഏതൊരു വിമർശനം വരികയാണെങ്കിലും അതിൽ നന്മയെ ഉണ്ടാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അള്ളാഹു നമുക്ക് ഉത്തരം തുറന്നു തരുന്നത് കാണാം. അതേസമയം രണ്ട് മൂന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഒന്ന് ചിലപ്പോൾ നമ്മൾ ഹദീസുകൾക്കെതിരെ ഒരുപാട് കേൾക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ആദ്യം തന്നെ ഹദീസ് അല്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്. ഇനി മുസ്ലിമിലാണെന്ന് പറയുമ്പോൾ അത് സഹീഹ് ആകാൻ സാധ്യത, എന്നാലും മുസ്ലിമിന് കുറേ ലൈഫ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് അങ്ങോട്ട് തട്ടാം എന്നുള്ളൊരു മാനസികാവസ്ഥയാണെങ്കിൽ അതൊരു എളുപ്പമുള്ള പണി. പക്ഷെ ആ പണി കൊണ്ട് ഈ രംഗത്ത് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്ത് ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടക്കുന്ന വിഷയം അതാണ് നാം മനസ്സിലാക്കുന്നത്. ശരീഅത്തിന്റെ അടിത്തറകളെ തന്നെ നമുക്ക് നിഷേധിക്കേണ്ട അവസ്ഥ. ഇവിടെ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതാണ് ശരി എന്ന ബോധ്യത്തോടു കൂടി അന്വേഷിച്ചു നോക്കും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. നബി കള്ളു കുടിച്ചൊരു ഹദീസ് കിട്ടുമ്പം നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് ബോധത്തോടു കൂടി ആ ഹദീസ് വായിച്ചാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. അയ്യോ, ഈ വിമർശനം ആരെങ്കിലും കിട്ടണം? ഞാൻ പറഞ്ഞ വിമർശനം നബീദിന്റെ വിമർശനം നമ്മള് പിന്നെ ഏതാനും ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനമാണ്. അജു അസുരൻ, ഇനി ഇതേ കമന്റ് തന്നെ ആവർത്തിക്കരുത് കേട്ടാ. ഇത് സംഭവം വേറൊന്നുമല്ല. ഈ വിമർശനം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഞാനതിന് പറഞ്ഞ മറുപടി, നമ്മുടെ നാട്ടിൽ ലഹരി ഉണ്ടാക്കുന്ന സാധനമായി നമ്മൾ ബോർഡിൽ വെച്ച് കാണാറുള്ള കള്ള്, ആ കള്ള് ഞാൻ കുടിച്ചിട്ടുണ്ട്.
ഇതുമായി വന്ന ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയ കണ്ടതല്ല, എൻ്റെ ഒരു 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 ബേജാറോട് കൂടി ഇത് കണ്ടിട്ട് ആകെ ബേജാറായിട്ട് വന്ന ഒരു ദാവ പ്രവർത്തകൻ. അദ്ദേഹത്തിനത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനും കള്ളുപിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ കണ്ടു പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഞാനും കുടിച്ചിട്ടുണ്ടല്ലോ. കേട്ടില്ലേ? നിങ്ങളത് ശ്രദ്ധിക്കേ. ഞാനതിന് പറഞ്ഞ മറുപടി, നമ്മുടെ നാട്ടിൽ ലഹരി ഉണ്ടാക്കുന്ന സാധനമായി നമ്മുടെ ബോർഡിൽ വെച്ച് കാണാറുള്ള കള്ള്, ആ കള്ള് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഇതുമായി വന്ന ഞാൻ നേരത്തെ സോഷ്യൽ മീഡിയ കണ്ടതല്ല, എൻ്റെ ഒരു 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 ബേജാറോട് കൂടി ഇത് കണ്ടിട്ട് ആകെ ബേജാറായിട്ട് വന്ന ഒരു ദാവ പ്രവർത്തകൻ. അദ്ദേഹത്തിനത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനും കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ കണ്ടു ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോൾ പിന്നെ ആതിഥേയന്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു പറയണം, അദ്ദേഹത്തിന്റെ ഭാര്യന്റെ പേര് പറഞ്ഞിട്ട്, അക്ബർ സാഹിബിനെ കുറച്ച് കള്ളു കൊടുക്കും. ഞാനും എന്റെ അവസ്ഥ. അപ്പൊ നല്ല രസമുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. അപ്പൊ അദ്ദേഹം കള്ളിന്റെ പ്രൊമോഷനും കൂടിയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. നാളെ മുതൽ എല്ലാ വിശ്വാസികൾക്കും കള്ളു കുടിക്കാനുള്ള ഒരു പ്രചോദനവും മോട്ടിവേഷനും കൂടിയാണ് അക്ബർ സാഹിബ് നൽകുന്നത്. പറഞ്ഞു തന്നു, ഞങ്ങൾ ഇവിടെ, ഇത് ദീപിലാണ് എനിക്ക് ഓർമ്മയില്ല, ഞങ്ങൾ ഇവിടെ വരുന്ന അതിഥികൾക്ക് സൽക്കരിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ്, ഞങ്ങളത് കള്ളു തന്നു. ഇതെന്താ സംഭവിച്ചാൽ തെങ്ങിൽ നിന്ന് വെട്ടിയെടുത്ത് ഉടനെയുള്ള നമ്മൾ ഇവിടുത്തെ കള്ള് തന്നെ, ഇവിടുത്തെ കള്ളാകുമ്പോൾ 2 ദിവസം കഴിയുന്നു മാത്രം, അത് വെട്ടിയെടുത്ത ഉടനെയുള്ള പാനീയം നല്ല ടേസ്റ്റാണ്. അതിൽ ഫെർമെന്റേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ അത് ഒരു പ്രശ്നമല്ല, നാച്ചുറൽ. വെട്ടി ഉടനെയാണ്, വെട്ടിയിട്ട് പിന്നെ 12 മണിക്കൂറോ മറ്റോ കഴിയുന്നതിന് മുമ്പാണ് അവരത് സെർവ് ചെയ്യുക. അപ്പൊ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഇദ്ദേഹമാണ് പറയുന്നത് അല്ലേ, പ്രവാചകൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാനും കുടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണെന്ന്. ഇത് കേൾക്കാൻ പോലും സമയമില്ലാതെ ഇവിടെ ചാറ്റ് ബോക്സിൽ അനാവശ്യങ്ങളും തെറിവിളികളും കൊണ്ട് നിറയ്ക്കുന്ന മദ്രസ പൊട്ടന്മാരുടെ തലച്ചോറിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇവരോട് ഖുർആൻ വാചകങ്ങളും ഹദീസും കൊണ്ടു കൊടുത്താൽ ഇവർ അംഗീകരിക്കുമോ? ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞ് അത് തിരിച്ചറിയാൻ ഒരു ബുദ്ധി വേണ്ടേ? അതിവർക്കില്ല. നബിയുടെ കള്ളവടിയെ കുറിച്ച് പറഞ്ഞത് ഞാനല്ല, സലഫിയ. ഞാനല്ലേ പറഞ്ഞത്, നിങ്ങളെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ഒരല്പഭാഗം പോലും വെട്ടിമാറ്റിയിട്ടില്ലാതെ കൃത്യമായിട്ട് ആ പാഠഭാഗം പറയുന്നത് മുഴുവനും ഞാൻ കേൾപ്പിച്ചു. അതുപോലെ എം അക്ബർ സാഹിബിന്റെ വീഡിയോ ഒരല്പം സൗണ്ട് കൂട്ടിയിട്ടുണ്ട് എന്നതല്ലാതെ ഞാൻ ഒന്നും വെട്ടിമാറ്റിയിട്ടില്ല, എവിടെ നിന്നെങ്കിലും അടർത്തി മാറ്റിയിട്ടില്ല. ഇത് കാണിച്ച് തന്നിട്ട് പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സംബന്ധിച്ചിടത്തോളം, ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, തെങ്ങ് സമൃദ്ധമാണ്. അപ്പോൾ ഒരു രൂപത്തിലുമുള്ള എന്താ പറയാ മായങ്ങളും ഇല്ലാത്ത ഒരു പാനീയം എന്നുള്ള കരുതണം. ഇതേ സംഭവമാണ് നബി. അത് നമ്മൾ പഠിച്ചു പോയാൽ കാണാൻ പറ്റും, പക്ഷെ നമ്മൾ കാണില്ല. നമ്മുടെ കള്ളു കുടിച്ചു അക്ബർ സാഹിബ് ബിസ്മില്ലാ പറഞ്ഞു കുടിച്ചാ പോരെ. മാനസികാവസ്ഥ അവിടെ തന്നെ ഞാൻ പറയുക, എന്നാലും റസൂൽ ഇത് ചെയ്തല്ലോ എന്നുള്ള മാനസികാവസ്ഥയിൽ പോയാൽ നമ്മൾ കാണൽ മുഴുവൻ തിരിച്ചായി. അതേപോലെ റസൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയുണ്ടാകും എന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ കാണാൻ മുഴുവൻ. നബീദ് എത്ര നബീദുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഹദീസുകൾ നമുക്ക് കാണാം. ആ ഹദീസുകളിൽ നബീദ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴച്ചാറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ ഫ്രൂട്ട്സിന്റെ നമ്മൾ വൈന്ന് പറയുന്ന ഈ മുന്തിരി ചാറിനെ പോലുള്ള സാധനം. ആ ചാറിനും പറയും വൈന്ന്, നമ്മൾ എതിർ പറയും പിന്നെ മുന്തിരി ജ്യൂസിനും പറയാമല്ലോ. അത് ഫെർമെന്റ് ആകുമ്പോഴാണ് ലിക്കർ ഷോപ്പിലുള്ള വൈനായി മാറുന്നത്, അത് കുടിക്കുമ്പോൾ. ഇതേപോലെ ഇത് ഇത്ര ദിവസം വരെ കുടിക്കാം, ഇത്ര ദിവസം കഴിഞ്ഞാൽ കുടിക്കാൻ പാടില്ല എന്നെല്ലാം ഉള്ള ഹദീസുകൾ ഒരുപാടുണ്ട്. അവർ ചോദിച്ചാൽ നമുക്ക് തന്നെ ഈ പ്രശ്നം കഴിയും. ഇതെത്ര രസമായിട്ടാണ് നോക്കുക. ഞാൻ ആ ഇല കൊണ്ട് മറച്ചു പിടിച്ചില്ല എന്നാണ് ചോദ്യം. ആരും കാണാതിരിക്കാനാണെന്നാണ് എഴുത്തുകാരന്റെ വ്യാഖ്യാനം. ഇത് സംഭവം എന്ന് വെച്ചാൽ അവർ പ്രത്യേക അല്ലാണ്ട് അത് മറച്ചു പിടിച്ചുകൊണ്ട് സൂര്യപ്രകാശം തട്ടാതെ യാകണത് കുടിക്കേണ്ടത് എന്നുള്ളതാണ് നിയമം, അല്ലെങ്കിൽ അത് കുളിച്ചു പോകുന്നതാണ്. ചോദിക്കുന്നത് ഇങ്ങനെയാണ്, പക്ഷെ വിമർശനം വരുന്നത് അങ്ങനെ. ഇങ്ങനെയാണ് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളിൽ മിക്കതല്ല മുഴുവൻ വസ്തുതാവിരുദ്ധമായി സന്ദർഭങ്ങളിൽ നടത്തിയെടുത്തുകൊണ്ടുള്ള. പ്രവാചകന്റെ ഹദീസാണല്ലോ പറഞ്ഞത്. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ആ ഹദീസ് എടുത്ത് ഞങ്ങളൊക്കെ എടുത്ത് വിമർശിച്ചപ്പോഴാണ് അതിന് വ്യാഖ്യാനവുമായി എം അക്ബർ സാഹിബ് വരുന്നത്. പ്രവാചകൻ
കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളുകുടി ശരിയാണ് എന്ന് സ്ഥാപിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. എങ്ങനെ അംഗീകരിക്കും എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അതുപോലെ മറ്റൊരെണ്ണം കൂടി കേട്ടോ. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രവാചകൻ കള്ളുകുടിയനാണ് എന്ന് ഇമാം അക്ബർ പറഞ്ഞു. ഇപ്പൊ കേട്ടല്ലോ. പ്രവാചകൻ വ്യഭിചാരിയാണ് എന്ന് സലഫി പറഞ്ഞു. ഭാര്യയുടെ അഭാവത്തിൽ വേറൊരു പെണ്ണുമായിട്ട് കണ്ടല്ലോ. അടുത്തത്, പ്രവാചകൻ കൊലയാളിയാണ് എന്ന് പറയുന്നത് മുജാഹിദ് ബാലുശ്ശേരിയാണ്. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. ഇവര് പൊട്ടന്മാരാണോ? ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത നബി, ആ നബി 1000 പേരുടെ തല അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണെന്ന്. ഇതിലേറെ രസകരം എന്തെന്ന് പറയുമ്പോൾ ഒരു ഖുർആൻ വചനമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അതാണ് ആകെ സമാധാനം. കള്ളുകുടിച്ചു നബി, വ്യഭിചരിച്ചു നബി, കൊലയാളിയാണ് നബി. ഇതിൽ കൂടുതൽ ഇനി എന്തോ വേണം? അല്ല, സജിയ മുനീർ, നിനക്ക് പേരിനെങ്കിലും കെട്ടിയവനുണ്ടോന്നോ? എന്താണ് നീ പേരിന് വേണ്ടിയിട്ട് മാത്രം കെട്ടിയവനെ കൊണ്ട് നടക്കുന്ന ആളാ? അയാളുടെ ഒരു കഴിവെന്നു, അയാൾക്ക് എന്താ കഴിവിന് കുറവ്? അത് നീ എപ്പോഴെങ്കിലും അയാളെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അയാളുടെ കഴിവ് എന്താണെന്ന് അറിയാൻ? നീ എപ്പോഴെങ്കിലും അയാളെ ഉപയോഗിച്ചിട്ടുണ്ടോ? അയാളുടെ കഴിവും പോയി കിടന്ന് ഇറങ്ങടി, പോടി. എന്റെ കെട്ടിയവനെയും അന്വേഷിച്ച് നടക്കുകയാണ് ഇവളുമാര്. പട്ടി ഉരയ്ക്കുന്ന ആരെങ്കിലും വന്ന് വീടിന് വല്ലതും ചുറ്റും നിൽപ്പുണ്ട? എവിടെങ്കിലും ഒരു കരിയിലെ അനങ്ങിയ പേടിയാ. പേടിയെന്ന് പറഞ്ഞാല് മരിക്കാൻ ഭയമല്ല, ഇവന്മാരാരെങ്കിലും ആണോ, വളഞ്ഞിട്ടുണ്ടോ എന്നൊരു പേടി. ഓക്കെ, എന്നറിയോ, ഇവർക്കിതൊന്നും കേട്ടാല് ദഹിക്കത്തില്ലല്ലോ. ഇനിയും പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ചിട്ടാണല്ലോ ഇപ്പോ അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചത്. 1000 പേരുടെ തലകൾ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞതല്ലേ നമ്മൾ കേട്ടത്. ഈ കാരുണ്യത്തെ വളരെ കൃത്യമായി ക്രിസ്ത്യൻ പാസ്റ്റർമാര് അവർ പൊളിച്ചടുക്കുന്നുണ്ട്. ബദർ യുദ്ധത്തിൽ 24 ശത്രുക്കളെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് മാനവതയോടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ്. ഈ ഖുറൈശി നേതാക്കളെ വെട്ടിക്കൂട്ടിയിരിക്കുന്ന ആ കുളത്തിലേക്ക്, കിണറ്റിന്റെ അരികിലേക്കാണ്. അവിടെ ചെന്നിട്ട് ചത്തുകിടക്കുന്ന ആ നിർജീവങ്ങളായ 3 ദിവസം കഴിഞ്ഞ ശവങ്ങളോട് തന്റെ മനസ്സിലെ അടങ്ങാത്ത പക വർഷിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇതിന് 100 ന്യായം പറഞ്ഞാലും സംഭവം ഇതാണെങ്കിൽ അത് ക്രൂരമാണെന്ന്, ഇത് ദാവീദ് ചെയ്താലും നിങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ ഈ കാര്യത്തിൽ. ആ വിജയം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ യഹൂദ ദേവാലയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ക്രൈസ്തവ ദേവാലയങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, സന്യാസി മഠങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, സിനഗോഗുകൾ ഉണ്ടാകുമായിരുന്നില്ല, ദൈവത്തെ ധാരാളമായി പ്രകടിപ്പിക്കപ്പെടുന്ന മസ്ജിദുകൾ ഉണ്ടാകുമായിരുന്നില്ല. ബാലുശ്ശേരി പറയുന്നത് ബദർ യുദ്ധം നടന്നിരുന്നില്ലെങ്കിൽ ഇവിടെ കന്യാസ്ത്രീ മഠങ്ങളോ അല്ലെങ്കിൽ ഇവിടെ സിനഗോഗുകളോ ക്രൈസ്തവ സ്ഥാപനങ്ങളോ ഇവരുടെ മസ്ജിദുകളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന. മസ്ജിദുകളുടെ കാര്യം എനിക്കറിയില്ല. അങ്ങനെയാണോ മസ്ജിദിന്റെ നിലനിൽപ്പെന്ന് എനിക്കറിയില്ല. ബദർ യുദ്ധത്തിൽ ഒരു കാര്യം, ഈ ബദർ യുദ്ധത്തെ അല്ല ഞാൻ വിമർശിച്ചോ, ഇദ്ദേഹത്തിന്റെ വ്യാഖ്യാനമാണ്. ബദർ യുദ്ധത്തിൽ ഈ കാണിച്ച പണി, യുദ്ധത്തെ അല്ല ഈ പറയുന്നു, ഒരു പൊളിറ്റിക്കൽ പർപ്പസിന് നടത്തിയ യുദ്ധത്തെ ഞാൻ വിമർശിക്കല്ല. യുദ്ധത്തിൽ എടുത്ത ക്രൂരത നിങ്ങൾ കണ്ടോ? മരിച്ച് 3 ദിവസം കൊണ്ട്
അഴുകിത്തുടങ്ങിയ ശവശരീരത്തോട് അവന്റെ അപ്പന്റെ പേര് വിളിച്ചിട്ട് ഇന്നവന്റെ മകനെ പ്രതികാരം അടങ്ങുന്നില്ല, അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകനെ അനുസരിച്ച് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ശവത്തോട് ചോദിക്കുക. ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ഈ ശവത്തിന്റെ അടുത്തൊന്നും ആത്മാവില്ല. അപ്പൊ ഭൗതിക ശരീരത്തോട്, പ്രതികരണ ശേഷിയില്ലാത്ത ശവശരീരത്തോട് നിങ്ങൾ ചെയ്യുന്ന പാതകം കണ്ടിട്ട് അതാ ഞാൻ പറഞ്ഞത്. ബദർ യുദ്ധമല്ല, അദ്ദേഹം തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയോ മദീനയുടെ